കഴിഞ്ഞ പ്രാവശ്യം 3 വെറൈറ്റി നമ്മൾ ഉണ്ടാക്കിയിരുന്നത്. പക്ഷെ കൂടുതൽ ഒരു വെറൈറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ പേരാണ് ജന്നത്ത് എന്ന് പറയും. ഈ സാധനമാണ്. പക്ഷേ ടോപ്പ് മധുരമാണ്. പക്ഷെ വില ഉണ്ട്, അത്യാവശ്യം സാധനമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത് എല്ലാവരും ഇഷ്ടപ്പെട്ടു വന്നൊരു സാധനമായിരുന്നു. അത് മഞ്ഞും അതിന്റെ അടുത്തുള്ള ജന്നത്ത് കൂടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്ക് അടുത്തത് ഇറാനിയാണ്. ഇറാനിയിൽ തന്നെ 2 ഐറ്റംസ്. ഇറാനിൽ 2 ഐറ്റം ഉണ്ട്. അതായത് ചെറുതുണ്ട് വലുതുണ്ട്. ഈ ഐറ്റംസ് വലുതാണ്. ഇത് അത്യാവശ്യം തൂക്കം വരും. ഈ ഐറ്റംസ് അതൊരു 3 കിലോനൊക്കെ ഉണ്ടാവും അല്ലേ? 3 കിലോനല്ല, ചിലപ്പോൾ 4-5 കിലോന്റെ അടുത്തുണ്ടാവും. ഇത് 3-3.5 കിലോ ഉണ്ടാവും. ഇത്രയും 4 വെറൈറ്റിയാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ നമ്മുടെ അസേങ്ക ഇപ്രാവശ്യവും വത്തക്ക കൃഷി ചെയ്തിട്ടുണ്ട്. വത്തക്ക കൂടുതൽ വെറൈറ്റികൾ 4 വെറൈറ്റികളാണ് ഇപ്രാവശ്യം ഉള്ളത്. മുൻ വർഷങ്ങളിൽ 2 വെറൈറ്റി ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം 4 തരം വത്തക്ക കൃഷികളാണ് അസേങ്ക നടത്തിയിട്ടുള്ളത്. അദ്ദേഹം ഒറ്റയ്ക്കാണ് കൃഷി ചെയ്യുന്നത്. കഴിഞ്ഞ തവണ നമ്മുടെ ഈ പാടശേഖരത്തിൽ തന്നെ വെച്ച് മുഴുവൻ വത്തക്കകളും വിറ്റഴിക്കുകയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത്തവണയും നമ്മുടെ ഈ തോട്ടത്തിൽ നിന്ന് തന്നെ ഈ വത്തക്കകൾ വാങ്ങി അദ്ദേഹത്തെ സഹായിക്കണം. പിന്നെ എത്ര സെന്റ് സ്ഥലത്താണ് ഇപ്രാവശ്യം? ഇപ്രാവശ്യം 50 സെന്റ് സ്ഥലത്താണ് ഇപ്പോൾ കൃഷി ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ അത് കഴിഞ്ഞാൽ പാടത്തേക്ക് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതിന് ശേഷം ഒറ്റയ്ക്ക് ചെയ്യാത്തതുകൊണ്ട് ഞാൻ നിർത്തി. അതിപ്പം ഹൈബ്രിഡ് രീതി തന്നെയാണ്. ഹൈബ്രിഡ് രീതി. സഹായത്തിന് വേറെ ആരെങ്കിലും ഉണ്ടോ? സഹായത്തിന് ഇപ്പം നമ്മളെ നിസാറാണ് എൻ്റെ കൂടെ ഇത് പരിചരിക്കാൻ പറ്റുന്നത്. പിന്നെ നമ്മളെ കൃഷി ഓഫീസർ കട്ടാക്കുന്നുണ്ട്. കാരണം 3 പ്രാവശ്യം ഈ തോട്ടത്തിൽ വന്ന് പോയിട്ട് നിർദ്ദേശം തന്നു. പിന്നെ 1-2 പ്രാവശ്യം മരുന്നിന് വേണ്ടി കേൾവി തന്ന് പിന്നെ എന്നെ വിളിച്ച് ചോദിക്കും എന്തായി എന്ന്. പിന്നെ ഞാനില്ലാത്ത സമയത്ത് തന്നെ വന്ന് നോക്കി പോകും. കുഴപ്പമില്ല, നമ്മളെ നട്ടലാണ്. നല്ല സപ്പോർട്ടാണ്. നല്ല സപ്പോർട്ട്. കഴിഞ്ഞ പ്രാവശ്യേ നമ്മൾ ഇവിടുന്ന് ചെലവാകാത്തതുകൊണ്ട് കടക്കാർക്ക് കൊടുക്കേണ്ട സാഹചര്യം അങ്ങനെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇതും കടക്കാർക്ക് കൊണ്ടുപോയിട്ടില്ല. നിസാറിന്റെ കെയർ ഓഫിൽ കുറച്ച് അവന്റെ ആളുകൾക്ക് കൊടുക്കുന്നല്ലാതെ മൊത്തം ഇവിടെ തോട്ടത്തിൽ തന്നെ തന്നെയാണ്. കാരണം അവർക്ക് നല്ല വെറൈറ്റി സാധനം ആയതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ തെരഞ്ഞു വരുന്നൊരു സംഭവമായിരുന്നു. അത് ഏകദേശം 1 ഏക്കറോളം ഉണ്ടായിരുന്നല്ലോ. 1 ഏക്കറോളം ഉണ്ടായിരുന്നു. സാധനം കുറെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ നമുക്കൊരു 50 സെന്റ് സ്ഥലത്തേ ഉള്ളൂ. ഇത് വളരെ കുറച്ച് കായ ഉണ്ടാകുന്ന അവസ്ഥ കച്ചവടത്തിനേ ഉള്ളൂ. അപ്പൊ നാട്ടുകാർ സഹായിക്കണം. റെഡിയാക്കി പോവാം. ഓക്കെ, അപ്പൊ നാട്ടുകാർ സഹായിക്കും എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് ചൊവ്വാഴ്ച നമ്മളെ വിളവെടുപ്പുത്സവം നടത്താം. എല്ലാ നാട്ടുകാരും അസൈക്കൻ്റെ ഈ കൃഷിയിടത്തിൽ വരണം, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യണം. 19-ാം വാർഡ് പാടശേഖരത്തിനടുത്ത് പയങ്ങരത്തൊടി അരുവിലാണ് ഈ വത്തക്ക തോട്ടം ഉള്ളത്. 10-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 10 മണിക്കാണ് വിളവെടുപ്പ് ഉത്സവം.